മോഷൻ ഹെഡിങ് എഴുതുക. രണ്ടെന്ന് എഴുതിയിട്ട് ഹൊറിസോണ്ടൽ മോഷൻ എഴുതുക. ഓക്കെ, നമ്മൾ വേർട്ടിക്കൽ മോഷനകത്ത് കപ്പി എങ്ങനെയായിരുന്നു? കപ്പി നമ്മളിങ്ങനെ തൂക്കിയിട്ടിരിക്കുമായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു വയറ് ഇങ്ങനെയും ഒരു ആ വയറ് ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്തു. ഇവിടെ ഒരു വെയിറ്റ് ഹാങ് ചെയ്തു, ഇവിടെ ഒരു വെയിറ്റ് ഹാങ് ചെയ്തു. ഈ വെയിറ്റ് M1 ആണ്, ഈ വെയിറ്റ് M2 ആണ്. അപ്പം ഇത് രണ്ടും ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഈ വയറ് ടെൻഷൻ അനുഭവപ്പെടും. അത് എങ്ങോട്ടായിരിക്കും? അത് മുകളിലോട്ടാണ് ഇല്ലേ? ഇതും T, ഇവിടെയും എന്താണ് ടെൻഷൻ, ഇതും മുകളിലോട്ടായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഹൊറിസോണ്ടൽ മോഷൻ. അപ്പൊ ഇവിടെ കണ്ടോ വേർട്ടിക്കൽ മോഷനാ. എങ്ങനെയാ? മുകളിലോട്ടും താഴോട്ടും വേർട്ടിക്കൽ മോഷനാ. എന്നാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൊറിസോണ്ടൽ മോഷൻ. ഹൊറിസോണ്ടൽ മോഷൻ എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ ഇപ്പൊ ഒരു ടേബിൾ കൺസിഡർ ചെയ്യാന്ന് വിചാരിച്ചോ. നിങ്ങൾ വരയ്ക്കണ്ട, ടേബിൾ ഒന്നും വരയ്ക്കണ്ട. ഈ ടേബിൾ നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുക. ടേബിളിന്റെ എഡ്ജ് ആണെന്ന് വിചാരിച്ചോ ഇങ്ങനെ. എന്നിട്ട് ഇവിടോട്ട് നമ്മളൊരു സ്റ്റാൻഡ് എടുത്തിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യാം? ഒരു പുള്ളി ഇങ്ങോട്ട് പുള്ളി വെച്ചിരിക്കുക. എന്നിട്ട് ഞാനൊരു വെയിറ്റ് ഇതിലോട്ട് വെച്ചിരിക്കുക. എന്നിട്ട് ഈ വെയിറ്റിന്റെ ഒരു കയറ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് എടുക്കുന്നു. ഇവിടെ ഞാൻ മറ്റേ വെയിറ്റ് ഹാങ് ചെയ്യുന്നു. ഇത് M1 ഉം ഇത് M2. ഇവിടെ ഹൊറിസോണ്ടൽ മോഷൻ അല്ലേ? ഇവിടെ വെയിറ്റ് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതെന്ത് ചെയ്യും? ഇത് തന്നെ ഇങ്ങോട്ടേക്ക് നീങ്ങും. ശരിയല്ലേ? ആണോ? അപ്പൊ ഇത് ഹൊറിസോണ്ടൽ മോഷനാണ് നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ആക്സിലറേഷനും അതേപോലെ ടെൻഷനും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഡെറിവേഷൻ. അപ്പൊ M1 ടേബിളിൽ M2 താഴെ. ഓക്കെ, നോക്കിക്കോളൂ. അപ്പം ഇവിടെ നോക്കാം നമുക്ക്. നോക്കിക്കോ. അപ്പം ഞാൻ ജസ്റ്റ് സിംപ്ലി എന്താ ഒരു ടേബിളിന്റെ ടോപ്പ് മാത്രം ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നു. ഇതേലൊരു മാസ്, ഇതേലൊരു മാസ്. പിന്നെ വരയ്ക്കണം. ഇത് M1 ആണ്. ഓക്കെ, ഇതേലെ ഞാനൊരു ജസ്റ്റ് ഒരു പുള്ളി ഹാങ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ പുള്ളി. ഇത് ഇങ്ങനെയാണ് പുള്ളി ഇരിക്കുന്നത്. ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഈ മാസിന്റെ ഒരു അറ്റം ഞാൻ ആ പുള്ളിക്കകത്തൂടെ കയറ് കെട്ടിയിട്ട് പുള്ളിക്കകത്തൂടെ എന്ത് ചെയ്തു? പുള്ളിക്കകത്തൂടെ ഞാൻ അത് എന്ത് ചെയ്തു? അത് കൃത്യമായിട്ട് പാസ് ചെയ്തു. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്നു. ഇങ്ങനെ ഇത് ഹാങ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ വേറൊരു വെയിറ്റ് ഇട്ടിരിക്കുകയാണ്. ഇവിടെ വേറൊരു വെയിറ്റ് ഇട്ടിരിക്കുകയാണ്. വേറൊരു വെയിറ്റ്. ഇത് ടേബിൾ ടോപ്പ് ആണ്. ഇത് ടേബിൾ ടോപ്പ് ആണ് കേട്ടോ. ഇത് ടേബിൾ ടോപ്പ് ആണെന്നുള്ള കാര്യം ആലോചിച്ചോണം. ഞാൻ ചുമ്മാ ജസ്റ്റ് വരച്ചിട്ടേ ഉള്ളൂ. ഓക്കെ, ഇത് M2 ആണ്. ഇത് M2 ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടെൻഷൻ എങ്ങോട്ടേക്കായിരിക്കും അനുഭവപ്പെടുക? അല്ല, ഇത് വലിക്കുന്ന സമയത്ത് ഇവിടെ അല്ലേ മുറുകി നിൽക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് തന്നെ ആയിരിക്കും ടെൻഷൻ അനുഭവപ്പെടുക. ഇത് T. ഇത് താഴോട്ട് വരിക. ഇതിന്റെ വെയിറ്റ് എന്താ? ഇതിന്റെ വെയിറ്റ് W = എന്താ? M2G ആണ് അല്ലേ? ആ വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? വെയിറ്റ് മുകളിലോട്ടാണ്, താഴോട്ട്. ഇതിന്റെ ടെൻഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? മുകളിലോട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഒരു കാര്യം കൂടെ കൊടുക്കുക. ഇവിടെ M2 > M1 ആണെന്നുള്ള കാര്യം മാർക്ക് ചെയ്യാം. ഇവിടെ വെയിറ്റ് വല്ലതും അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല. ഇവിടെ ആകെ ഉണ്ടാക്കുന്ന മോഷൻ ആരാ? ഈ മൂവ്മെന്റ് അല്ലെങ്കിൽ ഇവിടെ ആകെ ഉണ്ടാകുന്ന ഫോഴ്സ് ഏതാ? ഇത് മൂവ് ചെയ്യുമ്പോൾ ഉള്ള ഫോഴ്സാ. അതായത് F = M1A ആണ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഓക്കെ, അപ്പം ഇനി ഇങ്ങനെ എഴുതുക. അറ്റ് M1 എന്താ സംഭവിക്കുന്നത്? എങ്ങോട്ടാ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ഫോഴ്സ് ഇങ്ങോട്ടാണ്, ടെൻഷനും ഇങ്ങോട്ടാണ്. അപ്പൊ അത് രണ്ടും ഈക്വലാ. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ M1A ആണ്. അത് അവിടുത്തെ ടെൻഷന് തുല്യമാണ്. അപ്പൊ ഇവിടെ T = M1 എന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്തിട്ട് ഇക്വേഷൻ 1 നമ്മൾ കൊടുക്കാം. ഇത് വരയ്ക്കണ്ടേ? പിന്നെ വരയ്ക്കണം. ഇത് വരയ്ക്കണം. വരച്ചാലേ മാർക്ക് കിട്ടത്തുള്ളൂ. വരയ്ക്കണം. അറ്റ് M2 M2 ൽ എന്താ സംഭവിക്കുന്നത്?
എന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ഒന്ന് വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ് ആൻഡ് ടെൻഷൻ ആക്ടിങ് അപ്വേർഡ്സ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാലോ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇത് താഴോട്ടല്ലേ പോകുന്നത്, താഴോട്ട് പോകുമ്പോഴത്തേക്കും ആക്സിലറേഷൻ മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് എങ്ങോട്ട് തന്നെ ആയിരിക്കും, താഴോട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതില്ലയോ, അതായത് എഫ് അവിടുത്തെ ഫോഴ്സ് എന്താ, m2a ആണ്, ആണല്ലോ ആണല്ലോ ആണ്. അപ്പൊ അത് എന്തിനു തുല്യമാ, m2g മൈനസ് ടിക്ക് തുല്യമാണ്. കാരണം എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലിഫ്റ്റിനകത്ത് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഈ ലിഫ്റ്റിൽ ആക്ട് ചെയ്യുന്ന വെയിറ്റ് mg താഴോട്ട്, റിയാക്ഷൻ ഫോഴ്സ് മുകളിലോട്ട്. ഓക്കെ, എന്നാൽ ലിഫ്റ്റ് താഴോട്ട് മൂവ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ലിഫ്റ്റ് താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ ആ ലിഫ്റ്റ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ഇൻറ്റു മാസ്, ഫോഴ്സ് ഈക്വൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ അവിടെ ഉണ്ട്. അത് ആരെയാ സപ്പോർട്ട് ചെയ്യുന്നത്, വെയിറ്റിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം ഇവിടെ നമ്മൾ അത് എങ്ങനെ എഴുതിയത്, അവിടുത്തെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്താ, അവിടെ ഏതാ കൂടുതൽ, ഏതാ എം ജി ആ കൂടുതൽ. അപ്പം എം ജി മൈനസ് അവിടുത്തെ റിയാക്ഷൻ ഫോഴ്സ്, അങ്ങനെ എഴുതിയത്. ആ കണ്ടീഷൻ തന്നെയല്ലേ ഇവിടെയും അല്ലേ. ഇത് താഴോട്ട് വരുവാണ്, താഴോട്ട് വരുമ്പം എന്താ കൂടുതൽ, ഇവിടെ എന്താ കൂടുതൽ, വെയിറ്റ് m2g ആ കൂടുതൽ. അപ്പൊ m2g മൈനസ് ടി എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും, അവിടെ എക്സ്ട്രാ വന്ന ആ ഫോഴ്സിന് തുല്യമായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് ഇവനെ ഇങ്ങനെ എഴുതാം, m2a ഈസ് ഈക്വൽ ടു m2g മൈനസ് ടി. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ഓക്കെ, ഞാൻ ഈ മോളിലത്തെ ഇക്വേഷനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് m1a ഈസ് ഈക്വൽ ടു ടി എന്ന് കൊടുക്കാം. അതിന് ഇക്വേഷൻ 1 എന്നിട്ടാൽ മതി, ഒരുമിച്ച് അത് ഒരുപോലല്ലേ ഉള്ളൂ. എന്താ ടി ഈസിക്കൽ ടു m1a എന്ന് പറഞ്ഞാലും m1a ഈസിക്കൽ ടു ടി എന്ന് പറഞ്ഞാലും എന്താ ഒരുപോലെയുള്ള. അത് അങ്ങനെ തിരുത്തി എഴുതിയിട്ട് അതിനെ ഇക്വേഷൻ 1 എന്നാക്കേ. തിരുത്തി എഴുതണ്ട, അതിന് താഴോട്ടം കൊടുത്താൽ മതി. m1a ഈസിക്കൽ ടു ടി, അതിനെ ഇക്വേഷൻ 1 എന്ന് പറയാം. മറ്റേത് അവിടെ കിടക്കട്ടെ, കുഴപ്പമില്ല, വെട്ടിക്കോ കിടക്കുന്ന കിടക്കട്ടെ. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നറിയോ, ഇക്വേഷൻ 2 അല്ലേ, ഇക്വേഷൻ 1ന്റെ ആൻസർ ഞാൻ എവിടെ കൊണ്ട് കൊടുക്കാൻ പോകുന്നറിയോ, ഇക്വേഷൻ 1 2 കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1 in 2. ഇക്വേഷൻ 1 in 2 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര, m2a ഈസിക്കൽ ടു m2g മൈനസ് ടിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം, ടിക്ക് മുകളിൽ എന്തുവാ, ടിക്ക് വരെ മുകളിൽ എന്താ, m1a അല്ലേ, നിന്നോടാ ചോദിച്ചേ. എടാ ഈ ടിക്ക് പകരം ഇക്വേഷൻ 2-നകത്ത് ഇക്വേഷൻ 1 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്താ വേണ്ടത്, m2a ഈസിക്കൽ ടു m1g മൈനസ് ടി. ടിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം, m1a കൊടുക്കാം. അത് കൃത്യമായിട്ട് ഓർത്തോണം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ, ഇനി നമ്മൾ ഈ എനെ ഒരുമിച്ച് കൊണ്ടുവരാൻ പോവാം. അപ്പൊ ഇത് ഇങ്ങോട്ട് വരുന്നു, അപ്പൊ എന്ത് വരും, m2a പ്ലസ് m1a ഈസിക്കൽ ടു എന്താ, m2g എന്ന് വരും. അവിടുന്ന് എ കോമൺ എടുത്തു കഴിഞ്ഞാൽ m2 പ്ലസ് m1 വരുന്നു ഈസിക്കൽ ടു m2g എന്ന് വരുന്നു. അവിടുന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ m2g ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ആക്സിലറേഷൻ കിട്ടി, ടെൻഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലയോ, ശരിയല്ലേ. ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. എന്നിട്ട് എന്താന്ന് പറയുന്നത് അറിയോ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 3 in ഇക്വേഷൻ 1. ഇക്വേഷൻ 1 എന്തായിരുന്നു, ടി ഈസ് ഈക്വൽ ടു m1a ആണല്ലോ. അപ്പൊ അതിന് എക്ക് പകരം നമുക്ക് എന്ത് കൊടുത്താൽ മതി, ഈ ഇപ്പൊ തന്നിരിക്കുന്ന സാധനം കൊടുത്താൽ മതി, എന്തുവാ, m2g ഡിവൈഡ് ബൈ എന്താ, m1 പ്ലസ് m2. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, ടി ഈസ് ഈക്വൽ ടു m1 m2g ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇതായിരിക്കും ഫൈനൽ ഇക്വേഷൻ. ചെറുതാക്കി കാണിക്കാം, എഴുതാനുള്ളവർക്കെല്ലാം എഴുതാം. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം, മിണ്ടാതിരിക്കല്ല്. അയ്യോ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പൊട്ടറാന്നോ വിചാരിക്കുമോ, അങ്ങനൊന്നും ചിന്തിക്കണ്ട. എന്ത് വേണം ചോദിച്ചോ, ആരും എല്ലാം തികഞ്ഞവരൊന്നുമല്ല. എനിക്കും ഇപ്പൊ ഞാൻ ഈ പഠിപ്പിക്കുന്ന ആളാണെങ്കിലും എനിക്കും അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളത് ഈ സംശയം ചോദിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതിലൊന്നും വിചാരിക്കണ്ട.
പാർവണ എഴുതിയായിരുന്നോ? പാർവണ എഴുതി സർ. അനഘ എഴുതി സർ. ജ്യോതിസ് എഴുതി സർ. അതേപോലെ തന്നെ അനുഷ്ക, അതേപോലെ അലന്, അർജുന്, ആരൊക്കെ കേറിയെന്ന് അറിയില്ല. എല്ലാരും എഴുതിയോ? എഴുതിയെങ്കിൽ എഴുതി. ഓക്കെ, എല്ലാരും ജോഷ് നമ്മുടെ ജോഹാൻ എഴുതിയോടാ? എഴുതി സാറേ. ഓക്കെ, പ്രവീൺ ദീപക് ഓക്കെ. അപ്പൊ നോക്കിയോ. അപ്പൊ അടുത്ത ടോപ്പിക് നമ്മുടെ ഏകദേശം ഒരു 60% ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി ഒരു 40% കൂടെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അടുത്ത ഒരു സെഷനിലോട്ട് കയറാൻ പോവാം, ഫ്രിക്ഷൻ. അതായത് ആദ്യത്തെ സെഷൻസ് എല്ലാം അതുമായിട്ട് വലിയ ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂഷൻ ഒന്നുമല്ല, പുതിയൊരു ഫ്രഷ് ടോപ്പിക്കാണ് ഇതിനകത്ത് തന്നെ. ഫ്രിക്ഷൻ എഴുതിക്കോ. ഫ്രിക്ഷൻ എന്താന്നുള്ള കാര്യം അറിയാമല്ലോ. അതായത് രണ്ട് ഒബ്ജക്റ്റുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു റെസിസ്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയാം, ഇല്ലേ? നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഭൂമിയും നമ്മുടെ കാലും തമ്മിൽ എന്തുണ്ട്? ഒരു ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാ? നമ്മള് ഫോഴ്സ് ഫ്രണ്ടിലോട്ടാണ് കൊടുക്കുന്നത് നടക്കുന്ന സമയത്ത്, ഭൂമി നമ്മുടെ കാലിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എന്താ ഒരു ഇങ്ങനെ നമുക്ക് തെന്നി വീഴാതെ നിൽക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾ വഴുക്കലുള്ള ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പായലുള്ള സ്ഥലത്തിൽ കൂടെ നിങ്ങൾ നടക്കുവാണ് എന്താ സംഭവിക്കുന്നത്? ഫ്രിക്ഷൻ കുറവാ. അപ്പൊ നിങ്ങളുടെ കാലും ഇച്ചിരി സ്മൂത്ത് ആയിട്ടായിരിക്കുന്നത് കമ്പയർഡ് ടു അതും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കാലും എന്താണ് പായലും എന്താ നല്ല സ്മൂത്ത് ആയിട്ടായിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അവിടെ ഒരു ഫ്രിക്ഷൻ ഫോം ചെയ്യാൻ സാധ്യതയില്ല. അപ്പൊ എന്ത് ചെയ്യും? മനസ്സിലായി? അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അതെന്താന്നുള്ള കാര്യവും, എത്ര ഫ്രിക്ഷൻ ഉണ്ട്, ഏതൊക്കെ ഫ്രിക്ഷൻ ആണ്, എങ്ങനെയാണ് അത് കൺസിഡർ ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. എഴുതിക്കോ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് as the force which opposes the relative motion between two surface in contact. There are two types of friction. There are two types of friction. ഒന്നെന്നിട്ടിട്ട് static friction. അതിനെ നമ്മൾ FS എന്ന് പറയുമേ. FS സഫിക്സ് S ഇങ്ങനെ FS. അതിൽ രണ്ട് കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ FK. ശരിക്കും ഈ ഫ്രിക്ഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയോ? അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങള് ഇങ്ങനെ, അതായത് നിങ്ങളിപ്പം നിങ്ങളുടെ വീട്ടിലിരിക്കുകയാണ്. ഇങ്ങനെ ഒന്ന് വെച്ചേരാം. ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് പ്രസ് ചെയ്യ്, അകത്തോട്ട് ഇങ്ങനെ പ്രസ് ചെയ്യും. അതായത് അങ്ങോട്ട് കൈ ഒടിച്ചൊന്നും വെക്കല്ലേ. അതായത് കൈ ചെസ്റ്റിന്റെ അവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് മുകളിലോട്ട് കൈ ഒന്ന് നീക്കാൻ ശ്രമിച്ചേ. ഒരു കൈ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നീക്കാൻ ശ്രമിച്ചു. നീ പാടല്ലേ, നല്ലതായിട്ട് പ്രസ് ചെയ്തിട്ട് നീക്കണം. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് മുകളിലോട്ട് ഇങ്ങനെ നീക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ കൈയുടെ ഈ ഭാഗത്ത് എന്തോ ഒരു സാധനം അനുഭവപ്പെടും. ശരിയല്ലേ? അനുഭവപ്പെട്ടോ? ചൂട് പോലെ അനുഭവപ്പെടും. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൈയുടെ മോഷനെ തടയുക. മനസ്സിലായോ? അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൈയുടെ സർഫസിലും കുറെ മോളിക്യൂൾസ് ഉണ്ട്, ഈ കൈയുടെ സർഫസിലും കുറെ മോളിക്യൂൾസ് ഉണ്ട്. ഈ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കാരണമാണ് ആ റിലേറ്റീവ് മോഷനെ ഓപ്പോസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഏതൊരു സർഫസ്, ഇപ്പം നമ്മൾ എന്താ പറയാ, ടയർ റോട്ടിൽ കൂടെ കറങ്ങി പോവല്ലോ, ഇല്ലേ? അത് ടയർ തേയുന്നത് എന്തുകൊണ്ട്? ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് തേയുന്നത്. കാരണം റോഡിന്റെ സർഫസിൽ കുറച്ച് മോളിക്യൂൾസ് ഉണ്ട്, ടാറിന്റെ മോളിക്യൂൾസ്.
ടയറിന്റെ സർഫസിൽ മോളിക്യൂൾസ് ഉണ്ട്. ഈ മോളിക്യൂൾസ് തമ്മിൽ നല്ല അട്രാക്റ്റീവ് ആണ്. അപ്പൊ അട്രാക്റ്റീവ് ആയതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, അവർ തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നത്. പക്ഷെ ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് മുമ്പിലോട്ട് പോകുന്നത്. മനസ്സിലായി? നേരെ മറിച്ച് നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ശക്തിക്ക് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു വെക്കണേ കണ്ടോ, എനിക്കിപ്പോൾ മുകളിലോട്ട് ആക്കാൻ പറ്റുന്നില്ല, കണ്ടോ മുകളിലോട്ട് വരുന്നില്ല. കാരണം ഞാൻ ഇങ്ങനെ നല്ലതായിട്ട് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പം മുകളിലോട്ട് എനിക്ക് നീക്കാൻ പറ്റുന്നില്ല, കാരണം ഇത് തമ്മിൽ നല്ല ഫ്രിക്ഷൻ. മനസ്സിലായോ? നടക്കുമ്പോഴും ഒക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മേശ നീക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അലമാര, നിങ്ങളുടെ റൂം ക്ലീൻ ചെയ്യുകയാണ്, നിങ്ങളുടെ അലമാര അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റണം, നിങ്ങൾ അത് തെള്ളി നീക്കുമ്പോഴൊക്കെ അലമാരയുടെ കാലും എന്താണ് നിങ്ങളുടെ റൂമിന്റെ ഫ്ലോറും തമ്മിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് അത് നീക്കാൻ നിങ്ങൾക്ക് പാട് വരുന്നത്. മനസ്സിലായോ? അപ്പം വെയിറ്റ് കൂടുന്ന സമയത്ത് അതിന്റെ ഫ്രിക്ഷനും എന്താവും, കൂടുന്നുണ്ടാവും. അപ്പൊ അതാണ് അതിന്റെ ബുദ്ധിമുട്ട്. ഓക്കെ ആണല്ലോ? അപ്പം ഫ്രിക്ഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നും കൂടെ ഒന്ന് എഴുതിയേക്ക്. ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം, ഒരു ഡോട്ട് എഴുതാം. ഫ്രിക്ഷൻ ഈസ് കോസ്ഡ് ഡ്യൂ ടു force of attraction between the molecules on the two surface in contact and irregularity of surface irregularity of surface. ഇറഗുലാരിറ്റി ഓഫ് സർഫസ് എന്ന് പറയുമ്പോൾ റഫ് സർഫസ് തമ്മിലുള്ള ഫ്രിക്ഷൻ സ്മൂത്ത് സർഫസിലുള്ള ഫ്രിക്ഷനെക്കാളും എന്തായിരിക്കും, കൂടുതലായിരിക്കും. ശരിയല്ലേ? ഇനി നമ്മൾ ഓരോ ഫ്രിക്ഷനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഴുതുക. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഏതാ? കട്ടിയുണ്ടോ മീൻസ് വെയിറ്റ് ഉണ്ടെങ്കിലാണ്. കട്ടി ഉണ്ടെങ്കിൽ വെയിറ്റ് കൂടുതലാണെങ്കിലാണ് ഫ്രിക്ഷൻ വരുന്നത്. പിന്നെ സർഫസുമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ കോണ്ടാക്ട് വരുന്ന സർഫസ് ഒക്കെ നോക്കുക. കട്ടിയല്ല, സർഫസിലല്ലേ ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്. അതിന് കട്ടിയും സർഫസും തമ്മിൽ, സർഫസിൽ ഉണ്ടാകുന്ന ഒരു ഇതും തമ്മിൽ എന്തുവാ ബന്ധം? അത് കട്ടി ഉണ്ടെങ്കിലും കട്ടിയില്ലെങ്കിലും ആ ഫ്രിക്ഷൻ ഉണ്ടാവും. മനസ്സിലായോ? വെയിറ്റ് കൂടിയാൽ ഫ്രിക്ഷൻ കൂടുതൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുത്തിട്ട് മുകളിലോട്ട് നീക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇപ്പൊ നോക്കിയോ, ഇപ്പൊ സിമ്പിൾ ആയിട്ട് പോകുന്നുണ്ട്, പക്ഷെ കയ്യിലൊരു ചൂടുണ്ടാകുന്നുണ്ട്, അത് ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ കുറച്ച് ഫോഴ്സ് ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നീക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നീങ്ങത്തില്ല. മനസ്സിലായോ? അപ്പൊ നോക്കിയോ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നോക്കിയോ, the force of friction between two surfaces so long as there is no relative motion between them എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ശ്രദ്ധിക്കണേ. ഏതാ? അനങ്ങാത്ത പൊടി. അതായത് നിങ്ങൾ ഒരു സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. നിങ്ങളുടെ വീട്ടിലൊരു അലമാരയുണ്ട്, വുഡൻ അലമാരയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അതിനകത്ത് തുണിയൊന്നുമില്ല. നിങ്ങൾക്ക് റൂം ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആ റൂമിൽ അതിനകത്ത് തുണിയെല്ലാം മാറ്റി നിങ്ങൾക്ക് അലമാരയുടെ പൊസിഷൻ ഒന്ന് മാറ്റണം. അപ്പൊ നിങ്ങൾ തെള്ളണമല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു അലമാര ഇരിക്കുകയാണെങ്കിൽ തെള്ളി അങ്ങേ അറ്റത്തോട്ട് എനിക്ക് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ ഇങ്ങോട്ടേക്ക് തെള്ളിയാ നീങ്ങും. നല്ല വുഡൻ അലമാരിയാണ്, നിങ്ങൾ ഒരാൾ തെള്ളി നീങ്ങുന്നില്ല. നിങ്ങൾ ഇതിനെ തള്ളി ഫോഴ്സ് കൊടുത്ത് ഒരു മാക്സിമം ഫോഴ്സ് ആകുമ്പോൾ കുറച്ചങ്ങോട്ട് നീങ്ങും, ഇല്ലേ? അപ്പൊ നിങ്ങൾ ഫോഴ്സ് അത്രയും നേരം കൊടുത്തിട്ടും അത് എന്ത് ചെയ്തില്ല, മൂവ് ചെയ്തില്ല. അപ്പൊ അത് റെസ്റ്റിൽ ഇരിക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നല്ല ഒരു ഫ്രിക്ഷൻ തരുന്നോണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, അത് മൂവ് ചെയ്യാത്തത്, ഇല്ലേ? ആ സമയത്ത് റെസ്റ്റിലല്ലേ ഒബ്ജക്റ്റ്. ആ സമയത്ത് ഉണ്ടാകുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. നിങ്ങൾ അത് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയോ, ഇപ്പൊ ഞാൻ ഈ മേശ നോക്കിയോ, ഈ മേശ ഞാൻ ഇങ്ങനെ തള്ളാനായിട്ട് ശ്രമിക്കുക, കണ്ടോ? ഇത് മൂവ് ചെയ്യുന്നില്ല, കണ്ടോ? ഞാൻ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, മൂവ് ചെയ്യുന്നില്ല. കുറച്ചുകൂടെ ഫോഴ്സ് കൊടുത്ത് മൂവ് ചെയ്യുന്നുണ്ട്, കണ്ടോ? ഇപ്പോഴാണ് മൂവ് ചെയ്തത്. അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് നിങ്ങൾ കണ്ടു കാണും, ഓൺലൈൻ ഇരിക്കുന്നവർ കണ്ടു കാണും. അതായത് ഞാൻ കുറെ നേരം ഇങ്ങനെ ഫോഴ്സ് കൊടുത്തു,
എന്നിട്ടും അത് മൂവ് ചെയ്തില്ല. അത് ഞാനിങ്ങനെ തെള്ളും തോറും എന്താ അതിന്റെ ഫ്രിക്ഷൻ കൂടിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് മൂവ് ചെയ്യാത്തത്. എന്നിട്ട് ആ ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാനൊരു ഫോഴ്സ് കൊടുത്തപ്പോഴാണ് ഇത് എന്ത് ചെയ്തത്, ഇത് വുഡാണ്. അപ്പോൾ നല്ല എന്താ നല്ല ഒരു വെയിറ്റ് ഉണ്ട് ഇതിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ വളരെ കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ അതൊന്നുള്ള ആ കാര്യം ഒന്ന് ആലോചിച്ചു. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പം ആ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അപ്പൊ നിങ്ങൾ ചോദിക്കും റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിന് എന്തിനാ ഫ്രിക്ഷൻ? അങ്ങനെയല്ല, നമ്മളിപ്പോ പറഞ്ഞില്ലേ തെള്ളുക, പക്ഷെ അത് മൂവ് ചെയ്യുന്നില്ല, അപ്പൊ റെസ്റ്റില്ല. മനസ്സിലായോ? പക്ഷെ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഫോഴ്സ് ആ ഫ്രിക്ഷനെ ഓവർകം ചെയ്യുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. പിന്നെ ഞാനിങ്ങനെ തെള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രിക്ഷൻ ഇല്ലെന്നാണ് അർത്ഥം? അപ്പോഴും ഫ്രിക്ഷൻ ഉണ്ട്. അതാണ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ വണ്ടി റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക, വണ്ടി മൂവ് ചെയ്യുന്നില്ലേ? ഫ്രിക്ഷൻ ഉണ്ട്, എന്നാലും ഫ്രിക്ഷൻ ഉണ്ട്. അത് കൈനറ്റിക് ഫ്രിക്ഷനാണ്. ഇത് ഇപ്പൊ ഞാൻ കാണിച്ചത് സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. നിങ്ങൾക്ക് ഓൺലൈൻ ഇരിക്കുന്നവർക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. ഓക്കെ. അപ്പൊ അടുത്തത് ഇത് എഴുതിക്കോ. ഇത് എഴുതി കഴിഞ്ഞിട്ട് കൈനറ്റിക് ഫ്രിക്ഷൻ. Kinetic friction എഴുതുക. the force of friction which comes into play into play when there is relative motion between two bodies. ഓക്കെ. അടുത്തത് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും. ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതിനെ നമ്മൾ ബ്രാക്കറ്റിൽ FS max എന്ന് എഴുതുവേ. ഓക്കെ. ഈ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അലമാര തെള്ളുക. അലമാര വുഡനാണ്, വെയിറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് തെള്ളുവാണ്. നിങ്ങൾ തെള്ളുമ്പോൾ തന്നെ അലമാര നീങ്ങുമോ? ഇല്ല. നിങ്ങൾ ആദ്യം തെള്ളി, പറ്റുന്നില്ല, വീണ്ടും കുറച്ചുകൂടെ ഫോഴ്സ് കൊടുത്തു, വീണ്ടും കുറച്ചുകൂടെ തിരിഞ്ഞു നിന്ന് തെള്ളുന്നു, ഇനി തോളും കൊണ്ട് തെള്ളുന്നു. ഇല്ല, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ അലമാര ഇരിക്കുന്നത്. എന്നിട്ട് പിന്നെ പുറകിൽ നിന്ന് ഇങ്ങനെ തെള്ളുന്നു. ഇല്ലേ? ശരിയല്ലേ? ഇങ്ങനെയൊക്കെയല്ലേ? അപ്പൊ നിങ്ങൾ തെള്ളി ശരിക്കും ഇതിനൊരു മാക്സിമം ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഫോഴ്സ് കൊടുക്കുവാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇത് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പൊ ആ മാക്സിമം അതിന്റെ ഫ്രിക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോണം. ഞാൻ അലമാരയിൽ ഞാനൊരു ഫോഴ്സ് കൊടുക്കുന്നു. ആ അലമാര നീങ്ങണമെന്നുണ്ടെങ്കിൽ ഞാനൊരു 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കണമെന്ന് വിചാരിക്കാം. ഞാൻ കൊടുക്കുമ്പോൾ ആദ്യം ഒരു ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു, പറ്റുന്നില്ല. 2 ന്യൂട്ടൺ കൊടുത്തു, 3 ന്യൂട്ടൺ കൊടുത്തു, ഇങ്ങനെ തെള്ളി ഞാൻ 9 ന്യൂട്ടൺ വരെ കൊടുക്കുമ്പോൾ ഞാൻ ക്ഷീണിക്കും. എനിക്ക് അറിയത്തില്ലല്ലോ അതിന് 10 ന്യൂട്ടൺ ഫോഴ്സ്, എത്ര ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനങ്ങനെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്താ. അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ച് കുറച്ചുകൂടെ ഫോഴ്സ് എടുത്ത് ഞാൻ തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ അതൊരു 11 ന്യൂട്ടൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് നീങ്ങും. 10 ന്യൂട്ടണിൽ വരുമ്പോഴും ഞാൻ കൊടുക്കുന്നത് 10 ന്യൂട്ടണ്, അവിടെ ഉള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷനും 10 ന്യൂട്ടൺ ആണെങ്കിൽ എന്ത് ചെയ്യത്തില്ല? അപ്പോഴും നീങ്ങത്തില്ല, ബാലൻസ് ചെയ്ത് നിൽക്കത്തുള്ളൂ. ഇല്ലേ? അപ്പൊ ആ മാക്സിമം വാല്യൂനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ എഴുതിക്കോ, the maximum
value of frictional force before the body just slides over the surface of another body is called limiting friction. ഇതിനൊരു ലോ ഉണ്ട്. ആ ലോ ഓഫ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തു. ഇത് എഴുതി കഴിഞ്ഞെങ്കിൽ എഴുതിക്കോ. ഓക്കെ, എഴുതിക്കോ. ലോ ഓഫ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഴുതിക്കോ. ലോ ഓഫ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ law of limiting static friction static friction. അതിനകത്ത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് the magnitude of limiting static friction is independent on area when the normal reaction force remains same. അതായത് ഏരിയ, അതിന്റെ ബേസ് ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താ? ആ താഴെയുള്ള ഏരിയനെ ഫ്രിക്ഷൻ, ഈ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നർത്ഥം. ഏരിയ വ്യത്യാസം വന്നാലും കൊടുക്കേണ്ട ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്താ? അത് തന്നെ, വെയിറ്റ് ആണ് അവിടുത്തെ ഫാക്ടർ. മനസ്സിലായോ? അതായത് അതാ പറഞ്ഞത്, നോർമൽ റിയാക്ഷൻ ഫോഴ്സ് സെയിം ആയിരിക്കണം. അതായത് നോർമൽ റിയാക്ഷൻ ഫോഴ്സ് സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? റിയാക്ഷൻ ഫോഴ്സിന് അതേപോലെ തന്നെയാണ് വെയിറ്റും വരുന്നത്. അപ്പൊ എന്താ അതിന്റെ വെയിറ്റ് എന്തായിരിക്കണം? അതായത് സെയിം ആണെങ്കിൽ എന്താണ്? ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷന് വ്യത്യാസമില്ല. വെയിറ്റ് വ്യത്യാസം വന്നാൽ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും വ്യത്യാസം വരും. അതായത് വെയിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല ഇവർ പറയുന്നത്, നോർമൽ റിയാക്ഷൻ ഫോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, നോർമൽ റിയാക്ഷൻ ഫോഴ്സും വെയിറ്റും എന്തായിരിക്കും? ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുക, എന്റെ നോർമൽ റിയാക്ഷൻ ഫോഴ്സും വെയിറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ. രണ്ടാമത്തേത് ഇത് പഠിച്ചോണം. ഇത് അതിന്റെ മെയിൻ സ്റ്റേറ്റ്മെന്റ് ആണ്. The limiting static friction is directly proportional to normal reaction force. normal reaction force. അതായത് റിയാക്ഷൻ ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് റിയാക്ഷൻ ഫോഴ്സ് കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൂടും. അതായത് നിങ്ങൾ കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ നേരം തള്ളാൻ ശ്രമിക്കേണ്ടി വരും എന്നർത്ഥം. മനസ്സിലായോ? അപ്പൊ അതിനെ ഇക്വേഷൻ ആയിട്ട് എഴുതണം. Fs max is directly proportional to reaction force R. അവിടുന്ന് Fs max ഞാൻ പറഞ്ഞു എന്താ? പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ ടു ആക്കണേ നമ്മളൊരു കോൺസ്റ്റന്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിനെ നമ്മൾ മ്യൂ എസ് എന്നായിരിക്കും വിളിക്കുക. എന്താണ് മ്യൂ എന്ന് പറഞ്ഞാൽ അറിയാലോ എങ്ങനെ ഇടണ്ടേന്ന്? മൈക്രോ തന്നെ ഇങ്ങനെ മ്യൂ എസ് ഇൻറ്റു ആർ. മ്യൂ എസ് എന്ന് പറഞ്ഞാൽ വേർ മ്യൂ എസ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, വേർ
mu s is the coefficient of static friction. Static friction. അത് ന്യൂ ഇത് മ്യൂ ഇത് ന്യൂ ഇത് പുതിയത് ന്യൂ എന്ന് പറഞ്ഞാൽ ന്യൂ എന്നല്ല NEU ഇത് MEU മ്യൂ ഓക്കെ ആണോ? ഓക്കെ ഇത് പഠിച്ചേക്കണേ. അപ്പം ഈ എപ്പോഴും FS maximum is equal to mu s into r എന്നൊന്നും എഴുതില്ല. then ഇങ്ങനെ എഴുതില്ല. F is equal to ചിലപ്പോൾ എന്താ mu r ഇങ്ങനെയായിരിക്കും എഴുതുന്നത് കേട്ടോ. അപ്പം എപ്പോഴും ഈ പറഞ്ഞ FS max is equal to mu s into r എന്നൊന്നും എഴുതത്തില്ല. ജനറലൈസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ജനറലി ആയിരിക്കും അത് എഴുതുന്നുണ്ടാവുക പലയിടത്തും. അപ്പൊ അത് ഓർക്കുക. അപ്പൊ എന്നോട് ചോദിക്കല്ലോ അയ്യോ അവിടെ mu s കണ്ടില്ലല്ലോ FS max കണ്ടില്ലല്ലോ എന്നൊന്നും പറഞ്ഞ് ചോദിക്കരുത്. ഓക്കെ അപ്പൊ നോക്കിയോ ഇനി എപ്പോഴും ആലോചിച്ചോണം കൈനറ്റിക് ഫ്രിക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. എനിക്ക് ഒരു സെക്കൻഡ് അത് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം. പഴയ ടോപ്പിക്കാണ്. ഓക്കെ കൈനറ്റിക് ഫ്രിക്ഷന്റെ ഒരു ഇതും കൂടെ എഴുതിക്കോ. കൈനറ്റിക് ഫ്രിക്ഷൻ നമ്മൾ എഴുതിയാണ്. കൈനറ്റിക് ഫ്രിക്ഷൻ എഴുതിയില്ല. ഓക്കെ അപ്പൊ എഴുതിക്കോ കൈനറ്റിക് ഫ്രിക്ഷൻ എഴുതിക്കോ. ഹെഡിങ് അടുത്ത ഹെഡിങ് കൈനറ്റിക് ഫ്രിക്ഷൻ എഴുതിക്കോ. അതൊന്നുകൂടെ എഴുതണം. അത് എഴുതിക്കോ ഒന്നുകൂടെ എഴുതിക്കോ. അത് എന്തോ അത് അവിടെ അത് എഴുതണ്ട. ശരിക്കും ഇവിടെ എഴുതേണ്ടത്. ദ ഫോഴ്സ് ഓഫ് പറഞ്ഞേ ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ which comes into play when there is relative motion between two bodies. ഇനി അത് രണ്ട് ടൈപ്സ് ഉണ്ട്. ഒന്ന് സ്ലൈഡിംഗ് ഫ്രിക്ഷനും ഉണ്ട്. കൈനറ്റിക് ഫ്രിക്ഷൻ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ അതേപോലെ തന്നെ റോളിംഗ് ഫ്രിക്ഷൻ. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് FK എന്നാണ്. കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ FK എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ ഇനിയും എന്താണ് അതിന്റെ ഓരോ ഡോട്ട് ഇട്ട് എഴുതിക്കോ. FK has a constant. FK has a constant value and depends on the nature of two surface in contact. അടുത്തത് the kinetic friction between two surface is independent
of relative velocity between the surface, dependent on relative velocities between the surfaces. അതായത് വെലോസിറ്റി കൂട്ടിയാലും കുറച്ചാലും എന്താ കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ടെന്ന് അർത്ഥം, അതിനകത്ത് വേരിയേഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. അതേപോലെ സർഫസ് മാറുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജിയുടെ വാല്യൂവിന് വ്യത്യാസം വരും. ഒരേ സർഫസിന് എപ്പോഴും കോൺസ്റ്റന്റ് എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ ആയിരിക്കും എന്നുള്ളതും ഓർത്തോണം. പിന്നെ ഇവിടെയും എന്താണ് കൈനറ്റിക് ഫ്രിക്ഷൻ എഫ് കെ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. അവിടെ നിന്ന് നമുക്ക് എന്തെന്ന് എഴുതാം, എഫ് കെ എന്താണ്, എഫ് കെ എന്തെന്ന് എഴുതാം, എഫ് കെ ഈസ് ഈക്വൽ ടു മ്യൂ കെ എന്നാണ് വരുന്നത്, മ്യൂ കെ ഇൻറ്റു ആർ. ഇത് കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അതേപോലെ വേറൊരു കാര്യം കൂടെ ആലോചിച്ചോണം, എന്താണ് എഫ് എസ് മാക്സിമം ആണോ എഫ് കെ ആണോ കൂടുതൽ, എഫ് എസ് മാക്സിമം ആണോ കൂടുതൽ അതോ എഫ് കെ ആണോ കൂടുതൽ? ആരും നീ ഞാൻ മോഷൻ കൂടുമ്പോൾ ഫ്രിക്ഷൻ കൂടുമോ, അതുകൊണ്ടാണോ കറങ്ങുന്നത്? നീ അലമാര തെള്ളാൻ ശ്രമിച്ചു, അലമാര തെള്ളാൻ 10 ന്യൂട്ടൺ വേണമായിരുന്നു, നീ ഇങ്ങനെ തെള്ളി 11 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, നീങ്ങി. അപ്പം അത്രയും നേരം നീ നല്ല അത്രയും നേരം അവിടെ ഭയങ്കര ഫ്രിക്ഷൻ ആയിരുന്നു. പിന്നീട് മൂവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കുറയുന്നുണ്ടല്ലേ മൂവ് ചെയ്യാത്ത. അപ്പം ശരിക്കും അവിടുത്തെ ഏറ്റവും വലിയ ഫ്രിക്ഷൻ ഏത് തന്നെയാണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ ആണ്. അത് കൈനറ്റിക് ഫ്രിക്ഷനെക്കാളും കൂടുതലായി. മനസ്സിലായോ? നിന്നെ ഞാനിങ്ങനെ തെള്ളി, എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇവനെ നമ്മള് ഇപ്പൊ അല്ലെ ഒരു അലമാര നല്ല വുഡൻ അലമാര നമ്മൾ തെള്ളുവാണ്, തെള്ളി നമുക്ക് തെള്ളാൻ പറ്റുന്നില്ല. എന്നിട്ട് നമ്മൾ മാക്സിമം ഫോഴ്സ് എടുത്ത് തെള്ളുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് നീങ്ങാൻ തുടങ്ങും ഇല്ലേ? അപ്പം അത്രയും നേരം നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫോഴ്സ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ സ്റ്റാറ്റിക് ഫ്രിക്ഷനെ ഓവർകം ചെയ്തതുകൊണ്ടാണ് അത് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നീട് ഫ്രിക്ഷൻ കുറവായതുകൊണ്ടല്ലേ അത് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ഫ്രിക്ഷൻ ഏതാ മാക്സിമം ഫ്രിക്ഷൻ വരുന്നതുകൊണ്ടാണ് അത് മൂവ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിന്റെ ഏറ്റവും മാക്സിമം വാല്യൂ. അപ്പം ഇവിടെ വേണമെങ്കിൽ ഒരു ഡോട്ട് ഇട്ട് ഒരു കാര്യം കൂടെ എഴുതാം. ഒരു ഡോട്ട് ഇട്ടിട്ട് പ്രത്യേകം അത് എഴുതണം, എഫ് കെ എന്ന് പറയുന്നത് ലെസ് ദാൻ എഫ് എസ് മാക്സ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ആകെ 3 ടോപ്പിക് കൂടെ പഠിക്കാനുള്ളൂ, ഈ ചാപ്റ്റർ തീരും. അതിൽ ഒരു ടോപ്പിക് ഞാൻ ഇപ്പോൾ ഒന്ന് പഠിപ്പിക്കും, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. അതായത് ആംഗിൾ ഓഫ് റിപ്പോസും പിന്നെ മോഷൻ ഓഫ് കാർ ഓൺ എ സർക്കുലാർ ലെവൽ പാത്തും മോഷൻ ഓഫ് കാർ ഓൺ എ സർക്കുലാർ ബാങ്ക്ഡ് റോഡും കൂടെ ഉള്ളൂ. അതിന്റെ 3 ഡെറിവേഷനും കേസും ആണ് പഠിക്കാനുള്ളത്, 3 ടോപ്പിക്. അപ്പൊ അതിൽ എല്ലാം ഇന്ന് തീരത്തില്ല. ആംഗിൾ ഓഫ് റീപോസ് എന്താണെന്നുള്ള കാര്യം ഇപ്പൊ പറഞ്ഞുതരാം. ഞാൻ ഈ പഠിപ്പിക്കുന്ന സാധനം മാത്രം എഴുതി വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾ തോന്നുന്നു അയ്യോ ഇത് കുറച്ചല്ലേ ഉള്ളൂ, ഈ ഡെറിവേഷൻ ഇത്രയും സ്റ്റെപ്പിൽ പെട്ടെന്ന് എങ്ങനെ എഴുതും, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. ഇത് എഴുതിയാൽ മതി. കാരണം 2 മാർക്കിനോ അല്ലെ 3 മാർക്കിനോ ആയിരിക്കും ഡെറിവേഷൻ ചോദിക്കുന്നത്. വലിച്ചു വാരി എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷൻ എഴുതുന്ന പോലെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, എഴുതിക്കോ ആംഗിൾ ഓഫ് റീപോസ്. ഹെഡിങ് എഴുതാം, ആംഗിൾ ഓഫ് റീപോസ്. ഓക്കെ, അതെന്താന്നുള്ള കാര്യം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം, നോക്കിയോ. അതായത് ഞാൻ ഈ ഒരു ബുക്ക് തന്നെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ ബുക്കിൽ ഞാൻ എൻ്റെ ഈ പേന തന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ബുക്കിന്റെ മണ്ടയ്ക്ക് പേന ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ചെറിയ സാധനം. ഓക്കെ, അതായത് ഇത് എൻ്റെ ഒരു പെൻഡ്രൈവ് ആണ്. ഈ പെൻഡ്രൈവ് ഞാൻ ഇവിടോട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഞാൻ ഇതിനെ തന്നെ ഇങ്ങനെ ചരിക്കുക. നോക്കിയോ, ഇപ്പം ഇത് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കുന്നത്. നോക്കിക്കോണം എല്ലാവരും, സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇച്ചിരി ചരിച്ചു, ഇത് മൂവ് ചെയ്തോ താഴോട്ട്? മൂവ് ചെയ്തോ? ഇല്ല, മൂവ് ചെയ്തിട്ടില്ല. കുറച്ചുകൂടെ ചരിച്ചു, കണ്ടോ, ഇപ്പൊ മൂവ് ചെയ്തില്ലേ? അതായത് നമുക്ക് ഇത് കുറച്ചുകൂടെ ഓക്കെ, ഞാൻ എൻ്റെ ഈ റൈറ്റിംഗ് പാഡ് തന്നെ എടുക്കാം. എൻ്റെ ഇതിങ്ങനെ വെച്ചിരിക്കുകയാണ്.
ഇത് ഇങ്ങനെ ഇച്ചിരി ചരിച്ചു മൂവ് ചെയ്തില്ല, ഇച്ചിരിയും കൂടെ ചരിച്ചു മൂവ് ചെയ്തില്ല, ഇച്ചിരിയും കൂടെ ചരിച്ചു മൂവ് ചെയ്തില്ല. അതെന്തുകൊണ്ടാ മൂവ് ചെയ്യാത്ത? ചരിച്ചിട്ട് മൂവ് ചെയ്യാത്തതിന് കാരണം എന്താ? ഫ്രിക്ഷനും കൊണ്ടാ അല്ലേ? അപ്പൊ കുറച്ചുകൂടെ ചരിച്ചു മൂവ് ചെയ്തില്ല, വീണ്ടും ചരിച്ചു മൂവ് ചെയ്തില്ല, വീണ്ടും ചരിച്ചു കണ്ടോ മൂവ് ചെയ്തില്ല, വീണ്ടും ചരിച്ചു കണ്ടോ ഇപ്പോഴും മൂവ് ചെയ്തിട്ടില്ല. അപ്പൊ കണ്ടോ ഭയങ്കര ഫ്രിക്ഷനാ ഇല്ലയോ? ഇപ്പോഴും ചരിച്ചു മൂവ് ചെയ്തില്ല കണ്ടോ ഇപ്പോഴാ മൂവ് ചെയ്തത്. അത് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത് നമ്മുടെ ഈ നോർമൽ ലെവലുമായിട്ട് എത്ര ആംഗിളിലാണോ നിൽക്കുന്നത്, ഇങ്ങനെയായിരുന്നു നിന്നത്, ഇപ്പം എന്താണ് ഇങ്ങനെയായിരുന്നു നിന്നത്, അത് ഇങ്ങനെ വെച്ചപ്പോഴാണ്, അത് ഇത്രയും വെച്ചപ്പോഴാണ് പോയത്. അപ്പം ഈ ആംഗിളിനെയാണ് എന്തെന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായോ? പ്രവീണിന് മനസ്സിലായോ? പ്രവീൺ, അലൻ, അനഘ ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ. ജ്യോതിസ്, ദീപക്, ക്രിസിൻ, പാർവണ ഒക്കെ മനസ്സിലായോ? അനുഷ്ക? ഓക്കെ. അപ്പം അത് വെച്ചിട്ട് നമുക്കൊരു ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ? ഇവിടെ നമ്മൾ റെസല്യൂഷൻ ചെയ്യും. എന്താ? കോസ് തീറ്റയും സൈൻ തീറ്റയും ഒക്കെ ആയിട്ട് നമ്മളിത് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ നോക്കിയോ, അപ്പൊ നമ്മുടെ നോർമൽ ലെവൽ ഇതാണെന്ന് വിചാരിച്ചു. നമ്മുടെ നോർമൽ ലെവൽ, നിങ്ങൾ പടവും കൂടെ വരയ്ക്കണം. നോർമൽ ലെവൽ ഇതാണ്. ഓക്കെ. ഇതിനെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ഇതിനെ ഞാൻ എന്താക്കി, ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അതിനെ ഞാൻ ഇങ്ങനെ അപ്പം ചരിച്ച് ഇത്രയും ആക്കിയപ്പോഴാണ് ഇതിന്റെ മണ്ടയ്ക്ക് ഇരുന്ന ഒരു സാധനം നീങ്ങാനായിട്ട് തുടങ്ങിയത്. ഓക്കെ. ആ നീങ്ങാനായിട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള കേസാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഇപ്പം ഇത് നീങ്ങുന്നില്ല, കുറച്ചുകൂടെ പൊക്കിയായി നീങ്ങും. ആ ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് റീപോസ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. അപ്പൊ നോക്കി, ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇരുന്നാൽ അതിന്റെ വെയിറ്റ് എങ്ങോട്ടേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഇത് എം മാസ് ആണ്, ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത് ഇല്ലയോ? എം ജി. എന്നാൽ ഇങ്ങനെ ഇരുന്നാലും ഇങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ അല്ല, വേണ്ട ഇങ്ങനെ ആയിരിക്കും ആക്ട് ചെയ്യുക. ശ്രദ്ധിച്ചോണം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞിരുന്നാൽ അതിന്റെ വെയിറ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യും? വെയിറ്റ് എങ്ങോട്ട് തന്നെ? വെയിറ്റ് തന്നെ ഇങ്ങോട്ട് തന്നെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ. ഇതാണ്. അപ്പം വെയിറ്റ് എം ജി ആയിട്ട് എടുക്കുകയാണ്. ഇത് വെയിറ്റ് എം ജി. ഓക്കെ ആണല്ലോ. ഇതിന്റെ എഫ് എസ് മാക്സ് എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? അത് ഈ സർഫസിലാണ്. ഇത് ഇങ്ങോട്ടേക്ക് സ്ലൈഡ് ചെയ്യാൻ ശ്രമിക്കും. എഫ് എസ് മാക്സ് എങ്ങോട്ടായിരിക്കും? അങ്ങോട്ടേക്കായിരിക്കും. ശരിയല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് സ്ലൈഡ് എഫ് എസ് മാക്സ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യും ഇല്ലയോ? എഫ് എസ് മാക്സ് ഈ സർഫസിൽ തന്നെ ഇങ്ങോട്ടേക്ക്. അപ്പൊ ഞാൻ ആ സർഫസിൽ വരയ്ക്കുന്നില്ല, ആ സർഫസിലാണ് ആക്ട് ചെയ്യുന്നത്. ഞാൻ ഇച്ചിരി കയറ്റി അങ്ങ് വരയ്ക്കാം. എന്താ? ഈ ഡയറക്ഷനിലായിരിക്കും എന്തെന്ന് വരുന്നത്? എഫ് എസ് മാക്സ് വരുന്നത്. ശരിയല്ലേ? അതിനെ ഓവർകം ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇത് സ്ലൈഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ. ഇനി നോക്കി, ഇതിന്റെ റിയാക്ഷൻ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? ഇത് നോർമലി ഈ ഒരു ഷേപ്പിൽ, ഈ ഒരു സർഫസിൽ ഇരിക്കുന്ന സമയത്ത്, നോർമലി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിന്റെ വെയിറ്റ് എം ജി താഴോട്ടും, റിയാക്ഷൻ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? മുകളിലോട്ടായിരിക്കും. ഇപ്പോഴും അല്ല, റിയാക്ഷൻ ഫോഴ്സ് എപ്പോഴും ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. കണ്ടോ? ഇങ്ങനെയായിരിക്കും റിയാക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുക. റിയാക്ഷൻ ഫോഴ്സ് എപ്പോഴും ഇങ്ങനെയായിരിക്കും. ഓക്കെ. വെയിറ്റ് അപ്പൊ ഇവിടെ ചരിഞ്ഞല്ലേ ഇരിക്കുന്നത്? വെയിറ്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ? ചരിഞ്ഞിരിക്കുന്ന വെക്ടർ ക്വാണ്ടിറ്റിയെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? കമ്പോണൻസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വെയിറ്റിന്റെ ഒരു കമ്പോണന്റിനെ ഞാൻ ഇങ്ങനെയും ഇങ്ങനെ എടുക്കുകയാണ്. അതായത് എന്താ? അതായത് ഒരു കമ്പോണന്റിനെ ഇങ്ങനെയും ഒരു കമ്പോണന്റിനെ ഇങ്ങനെയും എടുക്കും, പെർപെൻഡിക്കുലർ. അതിൽ തീറ്റ അടുത്ത് വരുന്ന കമ്പോണന്റ് ആണ് കോസ് കമ്പോണന്റ് എന്നാണ് പഠിപ്പിച്ചത് ഇല്ലയോ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് തീറ്റ ആണെങ്കിൽ ഇത് 90 ആ. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് വരും? ഇത് 90 മൈനസ് തീറ്റ എന്ന് വരും. അപ്പൊ ഇത് എന്ത് വരും? ഇത് തീറ്റ എന്ന് വരും. കാരണം ഇത് മൊത്തം എത്രയാ? 90 ഡിഗ്രി. അപ്പൊ ഇത് തീറ്റ ആണെങ്കിൽ തീറ്റ അടുത്തുള്ള കമ്പോണന്റ് കോസ് ആണ്. അപ്പം ഇത് എം ജി കോസ് തീറ്റയും ഇത് എം ജി സൈൻ തീറ്റയും ആയിരിക്കും. അറിയത്തില്ലെങ്കിൽ ചോദിക്കണം.
ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ പോവാം. ഇവിടെ ഏതൊക്കെ ഫോഴ്സിനാണ് ഈക്വൽ ആയിട്ട് വരുന്നത്? ഇവിടെ റിയാക്ഷൻ ഫോഴ്സിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സ് ഏതാ? ബെസ്റ്റ്. ഇവിടെ നോക്കടാ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ നോക്കിയോ, ഇത് തീറ്റ, ഇത് നമുക്കറിയാം പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്താ 90. ഇത് തീറ്റ, ഇത് 90 ആണെങ്കിൽ ഇതെന്ത് വരും? ഇത് 90 മൈനസ് തീറ്റ വരും. ഇത് മൊത്തം 90 ഡിഗ്രിയാണ്. അതിൽ ഇത്രയും ഭാഗം 90 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? ഇത് തീറ്റ വരും. അപ്പൊ തീറ്റ അടുത്തുള്ള കമ്പോണന്റ് എപ്പോഴും ഒരു വെക്ടറിന്റെ കോസ് കമ്പോണന്റ് ആയിരിക്കും. അപ്പൊ ഇത് എന്ത് വന്നു? ഇത് എം ജി കോസ് തീറ്റ വന്നു. ഇതപ്പോ എന്ത് വരും? എം ജി സൈൻ തീറ്റ എന്ന് വരും. ഇനി നിങ്ങൾ നോക്കി, ഇവിടെ ഏതൊക്കെ കമ്പോണന്റുമായിട്ട് ഈക്വൽ ആവുന്നത്? ഏതൊക്കെ കമ്പോണന്റ് ഏതൊക്കെ ഇതുമായിട്ട് ഈക്വൽ ആവുന്നത്? എം ജി കോസ് തീറ്റ ഇങ്ങോട്ടേക്ക് പോകുന്നു. എഫ് എസ് മാക്സിമം എന്താ? ഇങ്ങോട്ടേക്ക് പോകുന്നു. അത് ഇപ്പൊ ഇത് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങിയോ? സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ഇൻസ്റ്റന്റ് ആണെന്നാണ് നമ്മൾ പറഞ്ഞത്, അല്ലയോ? അപ്പം ഇത് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, അല്ലേ? ശരിയല്ലേ? അടുത്ത ഈ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, അറ്റ് ഇക്വിലിബ്രിയം then ഇങ്ങനെ എഴുതാം, എം ജി സൈൻ തീറ്റ എന്തിന് ഈക്വൽ ആയിരിക്കും? എഫ് എസ് മാക്സിന് ഈക്വൽ ആയിരിക്കും. അതിന് ഇക്വേഷൻ 1 എന്ന് എടുത്തു. അതേപോലെ തന്നെ എം ജി കോസ് തീറ്റ എന്തിന് ഈക്വൽ ആയിരിക്കും? എം ജി കോസ് തീറ്റയുടെ നേരെ ഓപ്പോസിറ്റ് എന്താ? എം ജി കോസ് തീറ്റയുടെ നേരെ ഓപ്പോസിറ്റ് മണ്ടക്കോട്ട്. എം ജി കോസ് തീറ്റ ഇങ്ങോട്ട്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? റിയാക്ഷൻ ഫോഴ്സ്. അപ്പൊ എന്താ? അത് തമ്മിൽ ഈക്വൽ ആയിരിക്കും. അങ്ങനെ എടുക്കുകയാണ്. അതായത് റിയാക്ഷൻ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. ഇത് ഇക്വേഷൻ 2. എന്നിട്ട് ചെയ്യാൻ പോവാണ് ഇക്വേഷൻ 1/2 ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യാൻ പോവാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വരും? എൽ എച്ച് എസില് എം ജി സൈൻ തീറ്റയാണ്, അതേപോലെ തന്നെ എം ജി കോസ് തീറ്റയാണ്, അതേപോലെ തന്നെ എഫ് എസ് മാക്സ് ആണ്, ഡിവൈഡ് ബൈ ആർ ആണ്. ഈ എം ജി കട്ട് ചെയ്ത് പോയി. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ ഈക്വൽ എന്തെന്ന് വരുന്നു? എഫ് എസ് മാക്സ് എന്ന് വരുന്നു. എഫ് എസ് മാക്സ് ഡിവൈഡഡ് ബൈ എന്താ? റിയാക്ഷൻ ഫോഴ്സ് എന്ന് വരുന്നു. എഫ് എസ് മാക്സിന് ഒരു ഇക്വേഷൻ ഉണ്ട്, എന്തായിരുന്നു? മ്യൂ എസ് ഇൻറ്റു ആർ ഡിവൈഡ് ബൈ എന്തായിരുന്നു? ആർ ആയിരുന്നു. ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു ആർ ഡിവൈഡ് ബൈ ആർ കട്ട്. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരുന്നു? മ്യൂ എസ് എന്ന് വരുന്നു. അവിടെ നിന്ന് തീറ്റ കണ്ടുപിടിക്കണം. ആംഗിൾ ഓഫ് റീപോസ് ആണ് കണ്ടുപിടിക്കുന്നത്, തീറ്റയാണ്. തീറ്റ ഈസ് ഈക്വൽ ടു എന്താ? ടാൻ ഇപ്പുറത്ത് പോകുമ്പോൾ ടാൻ ഇൻവേഴ്സ് വരുമെന്ന് നമ്മൾ മറ്റേ അവിടെ ഡയറക്ഷൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? മറ്റേ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനകത്ത് ട്രിഗ്നോമെട്രിയുടെ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഇൻവേഴ്സ് ആവുമെന്ന് പറഞ്ഞാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് എന്തായിരിക്കും? മ്യൂ എസ് ആയിരിക്കും. ഇതായിരിക്കും ആംഗിൾ ഓഫ് റീപോസ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത 2 ഡെറിവേഷനും സിമ്പിൾ ആയിട്ട് കിട്ടും. അടുത്ത ഡെറിവേഷൻ കുഴപ്പമില്ല, അതിന്റെ അടുത്ത ഡെറിവേഷൻ ഇതേപോലെ തന്നെ വരുന്നത്. ഈ ഡെറിവേഷൻ ഇത്ര എഴുതിയാൽ മതി കേട്ടോ. ആംഗിൾ ഓഫ് റീപോസ് ചോദിച്ചാൽ ഇത്ര എഴുതിയാൽ മതി, വേറെ ഒന്നും എഴുതണ്ട. അപ്പോൾ ഞാൻ ഇന്ന് ഇത്രയുമേ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ.